ചാലിശ്ശേരി CSA അഖിലേന്ത്യാ 7 ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ശനിയാഴ്ച രാത്രിയിലെ വിശിഷ്ട അതിഥിയായി എത്തിയ 11 വയസ്സുകാരൻ അർച്ചിദിനെ കാൽപന്ത് കളി ആവേശവും ആഹ്ലാദവുമായി. ജനനസമയത്ത് ഓക്സിജന്റെ അളവിലെ കുറവാണ് സെറിബ്രൽ പാൾസി ബാധിക്കുവാൻ കാരണം. ജീവിതകാലം മുഴുവൻ പരിചരണം ആവശ്യമായ അവസ്ഥയാണ് സെറിബ്രൽ പാൾസി. 6 വയസ്സിനുള്ളിൽ മംഗലാപുരം ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജിൽ 2 കാലിനായി 8ഓളം സർജറി നടത്തി. ഇപ്പോൾ കാല് വലിച്ചുവെച്ച് മറ്റൊരാളുടെ സഹായത്തോടെ നടക്കുന്ന അർച്ചിദ് കഴിഞ്ഞ 9 മാസമായി സഹ്യാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഫിസിയോതെറാപ്പി നടത്തിവരുന്നു. സ്ഥിരമായി ഫിസിയോതെറാപ്പി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വീട്ടിൽ തെറാപ്പി ചെയ്യുന്നതിനായി ഒരു സൈക്കിൾ നൽകിയിട്ടുണ്ട്. ഇനിയും മറ്റ് തെറാപ്പി ഉപകരണങ്ങൾ അർച്ചിദിന് ആവശ്യമായിട്ടുണ്ട്. അർച്ചിദിനെ ചികിത്സയുടെ ഭാഗമായി സഹ്യാത്ര സൊസൈറ്റി ചെണ്ടവാദ്യവും പന്തുകളിയും പഠിപ്പിക്കുന്നുണ്ട്. കളിയുടെ ആദ്യപാഠങ്ങൾ പഠിച്ചതോടെ കാൽപന്ത് കളിയുടെ ആവേശവും കളിക്കാരനാകണമെന്നുള്ള ആഗ്രഹവും മനസ്സിൽ നിറയുകയാണ്. മൈതാനത്ത് ശനിയാഴ്ച രാത്രി ടീമംഗങ്ങളെ പരിചയപ്പെടാൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, കടവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ എന്നിവരോടൊപ്പം അർച്ചിദും ഉണ്ടായിരുന്നു. സഹയാത്ര വളണ്ടിയർ വൈശാഖ് അർച്ചിദിനെ എടുത്തുകൊണ്ട് ടീമംഗങ്ങളുടെ അടുത്തെത്തി. ഏറെ സന്തോഷത്തോടെ എല്ലാവരെയും ഹസ്തദാനം ചെയ്തു. മുഴുവൻ സമയം ഫുട്ബോൾ മത്സരം മതിമറഞ്ഞ് ആസ്വദിച്ച ശേഷമാണ് മടങ്ങിയത്. കഴിഞ്ഞ 24 മത്സരങ്ങളിൽ ടീമംഗങ്ങളെ പരിചയപ്പെടാനെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വിശിഷ്ടാതിഥിയെ സംഘാടക സമിതി കൺവീനർ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, കോർഡിനേറ്റർമാരായ TA രണദിവെ, TK സുനിൽകുമാർ എന്നിവർ ചേർന്ന് അർച്ചിദിനെ സ്വീകരിച്ചു. പെരിങ്ങോട് ഇട്ടോണം മൂരിപ്പാറ വീട്ടിൽ ചന്ദ്രൻ രൺഷിത ദമ്പതിമാരുടെ മകനാണ്. നിവേദ്, തീർത്ഥ എന്നിവർ സഹോദരങ്ങളാണ്.